നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും എന്തെങ്കിലും ഒരു അസുഖമുള്ളതായി നിങ്ങൾക്ക് തോന്നാറുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ക്ഷീണവും ദിവസം മുഴുവൻ മടിയും രാത്രിയിൽ ഉറക്കമില്ലായ്മയും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എത്രയൊക്കെ മരുന്നുകൾ കഴിച്ചിട്ടും എത്രയൊക്കെ ഡോക്ടർമാരെ കണ്ടിട്ടും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ആധുനിക യുഗത്തിലാണ്. ചുറ്റും അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളും മരുന്നുകളുമുണ്ട്. എന്നിട്ടും മനുഷ്യന്റെ ആയുർദൈർഘ്യവും ആരോഗ്യവും അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ടുകാലത്ത് നമ്മുടെ പൂർവികർക്ക് ഇത്രത്തോളം അസുഖങ്ങൾ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇന്നത്തെപ്പോലെ വലിയ ആശുപത്രികളോ വിലകൂടിയ മരുന്നുകളോ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർ 100 വയസ്സുവരെ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചത്? ആ രഹസ്യം കിടക്കുന്നത് അവരുടെ ജീവിതശൈലിയിലാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മഹാനായ ആചാര്യൻ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ മനുഷ്യന്റെ ആരോഗ്യത്തെക്കുറിച്ചും ജീവിത വിജയത്തെക്കുറിച്ചും വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ചാണക്യൻ കേവലം ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തെയും കുറിച്ച് ആഴത്തിൽ അറിവുള്ള ഒരു മഹാപണ്ഡിതൻ കൂടിയായിരുന്നു. ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ആരോഗ്യകരമായ ഒരു ശരീരവും മനസ്സുമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ആരോഗ്യമില്ലാത്ത ഒരു ശരീരത്തിൽ എത്ര വലിയ ബുദ്ധിയുണ്ടായിട്ടും കാര്യമില്ല. ഇന്നത്തെ നമ്മുടെ തിരക്കുപിടിച്ച ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തെ തന്നെയാണ്. പണമുണ്ടാക്കാനും ആഡംബര ജീവിതം നയിക്കാനുമുള്ള നെട്ടോട്ടത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ഉറക്കവും നമ്മുടെ ശീലങ്ങളുമെല്ലാം തെറ്റായ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. ഇതിന്റെ ഫലമായിട്ടാണ് പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളെ പിടിപെടുന്നത്. എന്നാൽ ചാണക്യൻ നിർദ്ദേശിച്ച ചില ലളിതമായ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ വെറും 21 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ശരീരത്തിലെ 80% പ്രശ്നങ്ങളും അപ്രത്യക്ഷമാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, 21 ദിവസമെന്നത് ഒരു ശീലം രൂപപ്പെടുത്തിയെടുക്കാൻ മനുഷ്യന്റെ തലച്ചോറിന് ആവശ്യമായ സമയമാണ്. ശാസ്ത്രീയമായും ഇത് തെളിയിക്കപ്പെട്ടതാണ്. തുടർച്ചയായി 21 ദിവസം നിങ്ങൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ 22ാമത്തെ ദിവസം മുതൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സ്വാഭാവിക ഭാഗമായി മാറും. നമ്മുടെ പഴയ തെറ്റായ ശീലങ്ങളെ മാറ്റി പുതിയ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ഈ 21 ദിവസത്തെ വ്രതം നമ്മളെ സഹായിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ആ 5 സുപ്രധാന ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ഒന്നാമത്തെ ശീലം അതിരാവിലെയുള്ള ഉണരൽ. ചാണക്യൻ പറയുന്നു, ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, പൂർണ്ണ ആരോഗ്യവാനായിരിക്കണമെങ്കിൽ അവൻ സൂര്യോദയത്തിന് മുൻപായി ഉണർന്നിരിക്കണം. ഇതിനെ നമ്മൾ ബ്രാഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നു. ഇന്നത്തെ കാലത്ത് മിക്ക ആളുകളുടെയും ഒരു വലിയ പ്രശ്നമാണ് രാത്രി വൈകി മൊബൈലിൽ നോക്കിയിരുന്ന് ഉറങ്ങുകയും രാവിലെ വളരെ വൈകി എഴുന്നേൽക്കുകയും ചെയ്യുക എന്നത്. പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക പ്രവർത്തനങ്ങളും താളം തെറ്റുന്നു. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രകൃതിയിൽ ഏറ്റവും ശുദ്ധമായ വായു ഉണ്ടായിരിക്കും. ഈ സമയത്ത് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് ഏറ്റവും കൂടുതലാണ്. ഈ ശുദ്ധവായു ശ്വസിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തിനും ഹൃദയത്തിനും തലച്ചോറിനും ഒരുപോലെ ഗുണകരമാണ്. അതിരാവിലെ ഉണരുന്ന ഒരാളുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കും. ദിവസം മുഴുവൻ ഊർജ്ജസ്വലതയോടെ ഇരിക്കാൻ ഇത് സഹായിക്കുന്നു. നിങ്ങൾ രാവിലെ 8 മണിയോ 9 മണിയോ വരെ ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ നാളെ മുതൽ അതിരാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ശരീരത്തിന് ക്ഷീണം തോന്നും, തലവേദന വരാം. എന്നാൽ ഈ 21 ദിവസം നിങ്ങളൊരു വ്രതം പോലെ കൃത്യമായി ഇത് പാലിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ജൈവഘടികാരം അതിനോട് പൊരുത്തപ്പെടും. പിന്നീട് അലാറം ഇല്ലാതെ തന്നെ കൃത്യസമയത്ത് നിങ്ങൾക്കുണരാൻ സാധിക്കും. രാവിലെ എഴുന്നേറ്റയുടനെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുക. ഇത് നിങ്ങളുടെ ദഹനപ്രക്രിയയെ സുഗമമാക്കാനും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും സഹായിക്കും. അതിരാവിലെ എഴുന്നേൽക്കുന്ന ആളുകൾക്ക് അവരുടെ ദിനചര്യകൾ കൃത്യമായി പ്ലാൻ ചെയ്യാനും വ്യായാമം ചെയ്യാനും ധ്യാനിക്കാനും ആവശ്യത്തിന് സമയം ലഭിക്കുന്നു. ധൃതിയില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ജീവിതത്തിൽ ഒരു അച്ചടക്കം കൊണ്ടുവരാനും സഹായിക്കുന്നു. രണ്ടാമത്തെ ശീലം കൃത്യമായ ഭക്ഷണക്രമവും ദഹനവും. ചാണക്യനീതിയിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്: ദഹനമില്ലായ്മയാണ് എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം. നമ്മൾ എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം അതെങ്ങനെ ദഹിക്കുന്നു എന്നതാണ്. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും നാവിന്റെ രുചിക്ക് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത്. ശരീരത്തിന് ഗുണകരമാണോ എന്ന് ആരും ചിന്തിക്കുന്നില്ല. എപ്പോഴും വയറു നിറയെ ശ്വാസം മുട്ടുന്നതുവരെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് പലരും പിന്തുടരുന്നത്. എന്നാൽ ചാണക്യൻ പറയുന്നത് നമ്മുടെ ആമാശയത്തിന്റെ പകുതി ഭാഗം മാത്രമേ ഭക്ഷണത്തിനായി ഉപയോഗിക്കാവൂ എന്നാണ്. കാൽഭാഗം വെള്ളത്തിനും ബാക്കി കാൽഭാഗം വായുസഞ്ചാരത്തിനുമായി ഒഴിച്ചിടണം. എങ്കിൽ മാത്രമേ ദഹനം കൃത്യമായി നടക്കുകയുള്ളൂ. വിശപ്പില്ലാത്തപ്പോൾ സമയം നോക്കി മാത്രം ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിൽ വിഷം കഴിക്കുന്നതിന് തുല്യമാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. കൃത്യമായി വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക.
അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിനിടയിലും ഭക്ഷണം കഴിഞ്ഞ ഉടനെയുമുള്ള വെള്ളം കുടി പൂർണ്ണമായും ഒഴിവാക്കുക. ഭക്ഷണം കഴിച്ച് ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിനു ശേഷം മാത്രമേ വെള്ളം കുടിക്കാവൂ. കാരണം ആമാശയത്തിൽ ദഹനത്തിനായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അമ്ലങ്ങളെ വെള്ളം നേർപ്പിക്കുകയും ഇത് ദഹനം തടസ്സപ്പെടാൻ കാരണമാകുകയും ചെയ്യും. നന്നായി ചവച്ചരച്ച് മാത്രം ഭക്ഷണം കഴിക്കുക. ഉമിനീരുമായി കലരുമ്പോൾ തന്നെ പകുതി ദഹനം വായിൽ വെച്ച് തന്നെ നടക്കണം. ഈ 21 ദിവസത്തേക്ക് നിങ്ങൾ പുറത്തുനിന്നുള്ള എല്ലാ പാക്കറ്റ് ഭക്ഷണങ്ങളും ഒഴിവാക്കുക. വീട്ടിലുണ്ടാക്കുന്ന പ്രകൃതിദത്തമായ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായും നിർത്തുക. ഈ ഒരു ശീലം മാത്രം മതി നിങ്ങളുടെ ശരീരത്തിലെ അമിതഭാരം കുറയാനും പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയവ നിയന്ത്രണത്തിൽ വരാനും. മൂന്നാമത്തെ ശീലം ഉപവാസം അഥവാ ശരീരത്തിന് നൽകുന്ന വിശ്രമം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശരീരത്തിന് വിശ്രമം നൽകുക എന്നതാണ് ഉപവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു വാഹനം തുടർച്ചയായി പ്രവർത്തിപ്പിച്ചാൽ അതിന്റെ എഞ്ചിൻ ചൂടാകുകയും കേടാകുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. ദിവസത്തിൽ 3-4 തവണ നമ്മൾ ആമാശയത്തിലേക്ക് ഭക്ഷണം ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ദഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആന്തരിക അവയവങ്ങൾ രാപകൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നു. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും പൂർണ്ണമായി ഉപവസിക്കുകയോ അല്ലെങ്കിൽ പഴച്ചാറുകൾ പോലുള്ള ദ്രവരൂപത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുകയോ ചെയ്യുന്നത് ആമാശയത്തിനും കുടലിനും വലിയൊരു വിശ്രമം നൽകും. ഈ സമയത്ത് ശരീരം അതിലടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെയും കേടായ കോശങ്ങളെയും സ്വയം നശിപ്പിച്ച് പുറന്തള്ളുന്നു. ഈ പ്രക്രിയ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ശരീരത്തിന് പുതിയ ഉണർവ് നൽകുകയും ചെയ്യുന്നു. ചാണക്യൻ പറയുന്നു, അമിതമായി ഭക്ഷണം കഴിക്കുന്നവൻ എപ്പോഴും രോഗിയായിരിക്കും. മിതമായി കഴിക്കുകയും ഇടയ്ക്ക് ഉപവസിക്കുകയും ചെയ്യുന്നവൻ ദീർഘായുസ്സുള്ളവനായിരിക്കും. ഉപവാസമെന്നത് കേവലം ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും വലിയൊരു നിയന്ത്രണം നൽകുന്നു. വിശപ്പിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരാൾക്ക് തന്റെ കോപത്തെയും ആഗ്രഹങ്ങളെയും മറ്റു മോശമായ വികാരങ്ങളെയും എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കും. ഈ 21 ദിവസത്തെ യാത്രയിൽ നിങ്ങൾ 3 ദിവസമെങ്കിലും ഉപവാസം എടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയാത്ത മാറ്റങ്ങൾ സമ്മാനിക്കും. ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിക്കും, മുഖത്തെ ക്ഷീണം മാറും, തലച്ചോറിന്റെ പ്രവർത്തനം കൂടുതൽ വേഗത്തിലാകും. നാലാമത്തെ ശീലം കൃത്യമായ ശാരീരിക അധ്വാനവും വ്യായാമവും. ഒരു മനുഷ്യൻ ദിവസവും നിർബന്ധമായും വിയർത്തിരിക്കണം എന്ന് പഴയ ആയുർവേദ ഗ്രന്ഥങ്ങളിലും ചാണക്യനീതിയിലും പറയുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ജീവിതം മുഴുവൻ ഒരു കസേരയിലോ കമ്പ്യൂട്ടറിനു മുന്നിലോ ഒതുങ്ങിയിരിക്കുകയാണ്. എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലിരുന്ന് ജോലി ചെയ്യുന്ന നമ്മൾ പലപ്പോഴും ദിവസങ്ങളോളം വിയർക്കാറേയില്ല. ശരീരത്തിൽ നിന്ന് വിയർപ്പ് പുറത്തുപോകാതിരിക്കുമ്പോൾ ചർമ്മത്തിലെ സുഷിരങ്ങൾ അടയുകയും വിഷാംശങ്ങൾ ശരീരത്തിൽ തന്നെ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു. ഇത് പലവിധത്തിലുള്ള ചർമ്മരോഗങ്ങൾക്കും മറ്റ് ആന്തരിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. ദിവസം കുറഞ്ഞത് 45 മിനിറ്റെങ്കിലും നിങ്ങൾ വ്യായാമത്തിനായി മാറ്റിവെക്കേണ്ടതുണ്ട്. ഇത് ജിമ്മിൽ പോയുള്ള കഠിനമായ വ്യായാമങ്ങൾ ആകണമെന്നില്ല. വേഗത്തിലുള്ള നടത്തം, ഓട്ടം, യോഗ അല്ലെങ്കിൽ നീന്തൽ എന്നിങ്ങനെ നിങ്ങളുടെ പ്രായത്തിനും ആരോഗ്യത്തിനും അനുയോജ്യമായ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. വ്യായാമം ചെയ്യുമ്പോൾ രക്തയോട്ടം വർദ്ധിക്കുന്നു. ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും കൂടുതൽ ഓക്സിജൻ എത്തിച്ചേരുന്നു. ഇത് നിങ്ങളുടെ ഹൃദയത്തെയും ശ്വാസകോശത്തെയും കൂടുതൽ ശക്തമാക്കുന്നു. കൂടാതെ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ സന്തോഷം നൽകുന്ന രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും രാത്രിയിൽ നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കുന്നു. ചാണക്യൻ പറയുന്നു, മടിയനായ ഒരാൾക്ക് ഈ ഭൂമിയിൽ ഒരു സ്ഥാനവുമില്ല. തന്റെ ശരീരത്തെ അനക്കാതെ ഒരു സ്ഥലത്തിരിക്കുന്നവൻ രോഗങ്ങളെയും ദാരിദ്ര്യത്തെയും സ്വയം ക്ഷണിച്ചു വരുത്തുകയാണ്. അതിനാൽ ഈ 21 ദിവസവും മുടങ്ങാതെ നിങ്ങൾ വ്യായാമം ചെയ്യുക. ആദ്യത്തെ കുറച്ച് ദിവസം ശരീരവേദന ഉണ്ടാകുമെങ്കിലും അത് കാര്യമാക്കേണ്ടതില്ല. അത് നിങ്ങളുടെ ശരീരം പുതിയ മാറ്റത്തോട് പ്രതികരിക്കുന്നതിന്റെ ലക്ഷണമാണ്. പതിയെ ആ വേദന മാറി നിങ്ങൾക്ക് വലിയൊരു ഊർജ്ജം അനുഭവപ്പെട്ടു തുടങ്ങും. അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ശീലം മാനസിക സമാധാനവും പിരിമുറുക്കം ഒഴിവാക്കലും. ശരീരത്തെ നശിപ്പിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മനസ്സിന്റെ സമ്മർദ്ദം ഒരു മനുഷ്യനെ നശിപ്പിക്കും എന്ന് ചാണക്യൻ തന്റെ ഗ്രന്ഥങ്ങളിൽ ഓർമ്മിപ്പിക്കുന്നു. കോപം, അത്യാഗ്രഹം, അസൂയ തുടങ്ങിയ വികാരങ്ങൾ നമ്മുടെ ഉള്ളിലെ സമാധാനം പൂർണ്ണമായും നശിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഭൂരിഭാഗം ശാരീരിക പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം മാനസിക സമ്മർദ്ദമാണ്. ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ കലഹങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ എപ്പോഴും ഒരുതരം ഭയത്തിലും ഉത്കണ്ഠയിലുമാണ് ജീവിക്കുന്നത്. ഈ അവസ്ഥ തുടർന്നാൽ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും അതുവഴി ഹൃദ്രോഗം, സ്ട്രോക്ക്, ഗുരുതരമായ ദഹനപ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇതിനൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ ദിവസവും കുറച്ചുനേരം സ്വസ്ഥമായി ഇരുന്ന് സ്വന്തം മനസ്സിനെ നിരീക്ഷിക്കുക എന്നതാണ്. ധ്യാനം ഇതിനൊരു മികച്ച മാർഗമാണ്. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാവിലെയും വൈകുന്നേരവും കുറച്ചുനേരം ഇരിക്കുക. അതുപോലെ നിങ്ങളുടെ നിയന്ത്രണത്തിലില്ലാത്ത, നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വെറുതെ വിഷമിക്കാതിരിക്കുക. ചാണക്യന്റെ വളരെ പ്രശസ്തമായൊരു തത്വമുണ്ട്: കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് ദുഃഖിക്കരുത്, വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചോർത്ത് ഭയപ്പെടുകയുമരുത്. ബുദ്ധിമാനായ മനുഷ്യൻ വർത്തമാനകാലത്തിൽ ഈ നിമിഷത്തിൽ ജീവിക്കുന്നു. ഈ ഒരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുൻപ് അന്ന് നടന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഓർക്കുക.
മൊബൈൽ ഫോണിന്റെയും ടെലിവിഷന്റെയും ഉപയോഗം ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് തന്നെ നിർത്തുക. സ്ക്രീനിൽ നിന്നുള്ള നീല വെളിച്ചം നിങ്ങളുടെ ഉറക്കത്തേക്കെടുത്തുന്ന ഒന്നാണ്. 21 ദിവസം നിങ്ങൾ കൃത്യമായി 8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. നല്ല ഉറക്കം ശരീരത്തിന് കേടുപാടുകൾ പരിഹരിക്കാനും അടുത്ത ദിവസത്തേക്ക് ആവശ്യമായ ഊർജ്ജം സംഭരിക്കാനുമുള്ള അത്യന്താപേക്ഷിതമായ സമയമാണ്. ഈ 5 ശീലങ്ങൾ, അതായത് അതിരാവിലെയുള്ള ഉണരൽ, കൃത്യവും മിതവുമായ ഭക്ഷണക്രമം, ആഴ്ചയിലൊരിക്കലുള്ള ഉപവാസം, ദിവസേനയുള്ള വ്യായാമം, മാനസിക സമാധാനം എന്നിവ നിങ്ങൾ കൃത്യമായി 21 ദിവസം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും എന്ന് തീർച്ചയാണ്. നിങ്ങളുടെ ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് കുറയും, ദഹനപ്രശ്നങ്ങൾ പൂർണ്ണമായും മാറും, ഗ്യാസ് ട്രബിൾ, നെഞ്ചരിച്ചിൽ തുടങ്ങിയവ ഇല്ലാതാകും. തലവേദന, സന്ധിവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ കുറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. മുഖത്ത് പുതിയൊരു തിളക്കം വരും, മുടികൊഴിച്ചിൽ കുറയും. ഇതിനെല്ലാം പുറമെ നിങ്ങളുടെ ആത്മവിശ്വാസം വലിയ തോതിൽ വർദ്ധിക്കും. എന്ത് കാര്യവും ചെയ്യാൻ സാധിക്കും എന്നൊരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ നിറയും. ഇത് വെറുമൊരു വാക്കല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചാണക്യനെപ്പോലെയുള്ള മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് വിജയിച്ച, കാലം തെളിയിച്ച സത്യങ്ങളാണ്. നമ്മൾ പുതിയ കാലത്തിന്റെ വേഗതയിൽ ഈ പഴയ അറിവുകളെ മറന്നുപോയി എന്ന് മാത്രം. മരുന്നുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറിക്കഴിഞ്ഞു. ചെറിയൊരു പനി വന്നാൽ പോലും ഉടനെ ആശുപത്രിയിലേക്ക് ഓടുന്ന അവസ്ഥ. നമ്മുടെ ശരീരത്തിന് സ്വന്തമായി തന്നെ രോഗങ്ങളെ ചെറുക്കാനുള്ള വലിയൊരു കഴിവുണ്ട്. ആ കഴിവിനെ നമ്മൾ നശിപ്പിക്കുകയാണ് രാസവസ്തുക്കളായ ഈ മരുന്നുകൾ വഴി ചെയ്യുന്നത്. ഈ 21 ദിവസത്തെ പരിശീലനം നിങ്ങളുടെ ശരീരത്തിന്റെ ആ സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷിയെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കും. ഓർക്കുക, തുടക്കം എപ്പോഴും കഠിനമായിരിക്കും. ആദ്യത്തെ 3-4 ദിവസങ്ങൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ തോന്നിയേക്കാം. ഈ ശീലങ്ങൾ നിർത്തി പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചുപോയാലോ എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ശക്തമായി പറയും. എന്നാൽ അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത്. വിജയിക്കുന്നവനും പരാജയപ്പെടുന്നവനും തമ്മിലുള്ള വ്യത്യാസം ആ ഒരു നിമിഷത്തിലാണ് തീരുമാനിക്കപ്പെടുന്നത്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും 21 ദിവസം ഞാനിത് തുടരും എന്നൊരു ദൃഢനിശ്ചയം നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. മറ്റാർക്കും നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കില്ല. നിങ്ങൾ സമ്പാദിക്കുന്ന പണം മുഴുവൻ അവസാനകാലത്ത് ആശുപത്രികൾക്ക് കൊടുക്കാനുള്ളതല്ല. അത് നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാനും നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടിയും ഉള്ളതാണ്. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഒരു രാജ്യത്തിന്റെ സമ്പത്ത് അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യമാണ് എന്ന്. അതുപോലെ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സമ്പത്തും അവന്റെ ആരോഗ്യമാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മുടെ കയ്യിൽ എത്ര കോടികളുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ഒരുപാട് പണമുള്ള എന്നാൽ സ്വന്തമായി എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത എത്രയോ ആളുകളെ നമ്മൾ ചുറ്റും കാണുന്നുണ്ട്. അവരുടെ ജീവിതം കൊണ്ട് അവർക്കോ മറ്റുള്ളവർക്കോ എന്താണ് പ്രയോജനം? അതുകൊണ്ട് ആരോഗ്യത്തെക്കാൾ വലുതായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. പണം ഇന്ന് വരും, നാളെ പോകും. എന്നാൽ പോയ ആരോഗ്യം തിരികെ കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നതാണ് ഇതിനുള്ള ഒരേയൊരു പ്രതിവിധി. നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകലുന്തോറും രോഗങ്ങൾ നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. സൂര്യപ്രകാശവും ശുദ്ധവായുവും നല്ല ജലവും മണ്ണും എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. എപ്പോഴും 4 ചുവരുകൾക്കുള്ളിൽ അടച്ചിരിക്കാതെ പുറത്തിറങ്ങുക, പ്രകൃതിയെ അറിയുക. ഇതെല്ലാം ഈ 21 ദിവസത്തെ മാറ്റത്തിന്റെ ഭാഗമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ ശരീരത്തിന് എന്താണ് വേണ്ടതെന്ന് നിങ്ങളെക്കാൾ നന്നായി മറ്റാർക്കും അറിയാൻ സാധിക്കില്ല. നിങ്ങളുടെ ശരീരം തരുന്ന മുന്നറിയിപ്പുകളെ ഒരിക്കലും അവഗണിക്കരുത്. ചെറിയ ക്ഷീണമോ വേദനയോ വരുമ്പോൾ തന്നെ അത് എന്തിനാണെന്ന് കണ്ടെത്താനും തിരുത്താനും ശ്രമിക്കുക. അതിന് മരുന്ന് കഴിക്കുകയല്ല വേണ്ടത്, മറിച്ച് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് വേണ്ടത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ മരുന്ന് എന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മരുന്ന് ഭക്ഷണമായി കഴിക്കേണ്ടി വരില്ല. ഈ ഒരു തത്വം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. 21 ദിവസങ്ങൾ എന്നത് വളരെ ചെറിയൊരു കാലയളവാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വർഷങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. എന്നാൽ ഈ ചെറിയ ദിവസങ്ങൾ നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ പോന്നതാണ്. അതുകൊണ്ട് മടികൂടാതെ നാളെ രാവിലെ മുതൽ തന്നെ തുടങ്ങുക. ഒരു പുതിയ ജീവിതത്തിലേക്ക് ചുവടുവയ്ക്കുക. ഒരു കലണ്ടറിൽ 21 ദിവസങ്ങൾ അടയാളപ്പെടുത്തുക. ഓരോ ദിവസവും ഈ 5 ശീലങ്ങൾ കൃത്യമായി പാലിക്കുമ്പോൾ അതിൽ അടയാളപ്പെടുത്തുക. 21 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പഴയ ആ വ്യക്തിയായിരിക്കില്ല, പൂർണ്ണ ആരോഗ്യവാനും ഊർജ്ജസ്വലനുമായ പുതിയൊരു വ്യക്തിയായി നിങ്ങൾ മാറിയിരിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്.